നമസ്കാരം. റേക്കി ശാക്തി. ഇന്ന് റേക്കിയുടെ ലളിതമായിട്ടുള്ള ഒരു പരിശീലനത്തെക്കുറിച്ചാണ് പറയുന്നത്. ലോകത്ത് വിവിധ ചികിത്സാ രീതികൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ വിവിധ സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എല്ലാ സമ്പ്രദായങ്ങളും എല്ലാവർക്കും ഉപകരിച്ചു കൊള്ളുന്നില്ല. ഓരോ സമ്പ്രദായത്തിൻ്റെയും രീതികളും പെരുമാറ്റങ്ങളും വ്യത്യസ്ത രീതിയിലായിരിക്കും. മനുഷ്യരെല്ലാവരും തന്നെ വ്യത്യസ്തരാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ മനുഷ്യൻ ഒരു സാർവലൗകിക സൃഷ്ടി എന്നതിനപ്പുറം ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വൈബ്രേഷൻ, ഒരു വൈബ്, ഒരു സ്ഥിരമാണത്. അതൊരു പ്രത്യേക അനുപാതത്തിലുള്ള ഒരു തരംഗം തന്നെയാണത്. അത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ നിന്ന് പ്രവഹിക്കുന്ന വൈബ്രേഷൻ, സെറിബ്രൽ വൈബ്രേഷൻ എന്നൊക്കെ സയൻറ്റിസ്റ്റുകൾ പറയുന്നു. അതുപോലെ സയൻറ്റിസ്റ്റുകൾ അതിനെ മോർഫോജനറ്റിക് ഫീൽഡ്, യോഗികളതിനെ ആൽഫ അല്ലെങ്കിൽ സമാധി, വിശ്വാസികളതിനെ ദൈവസാമീപ്യം, ഫിലോസഫേഴ്സ് അതിനെ അറ്റ്യൂൺ യുവർ ഹയർ സെൽഫ് എന്നൊക്കെയാണ് പറയുന്നത്. അതൊരു അൽഗോരിതമാണ് ശരിക്കും. ഭൂമിക്കും അന്യഗ്രഹങ്ങൾക്കും ഇടയിലുള്ള അയണോസ്ഫിയർ കേവിറ്റി ഗർത്ത ഊർജം 10 സൈക്കിൾസ് പെർ സെക്കൻഡ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം മനുഷ്യൻ ജീവിക്കുന്നത് നമ്മളുടെ ബ്രെയിൻ വേവ് ഫ്രീക്വൻസി 14-21 സൈക്കിൾസ് പെർ സെക്കൻഡിലാണ്. ഇതിനെ ബീറ്റ കോൺഷ്യസ് ലെവൽ എന്നാണ് പറയുന്നത്. ഈ ബീറ്റ കോൺഷ്യസ് ലെവലിൽ ഇത് പ്രപഞ്ചബോധവുമായി ബന്ധമില്ലാത്ത, അതായത് ഭൂമിയിൽ ഏറ്റവും ലീനിയർ ആയിട്ടുള്ള ഒരു മേഖലയായിട്ടാണ് ഇതിനെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. അതായത് പ്രപഞ്ചബോധത്തിന് പുറത്ത് കിടക്കുന്ന ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രഹമാണ് ഭൂമി എന്നാണ് സയൻറ്റിസ്റ്റുകൾ വരെ പറയുന്നത്. ഇവിടെ ക്രിയേറ്റർക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല, റെസ്പോൺസിബിലിറ്റി ഇല്ല. തനിയെ സംഭവിക്കുക എന്നുള്ളതാണ്. പണിയെടുത്ത് വിയർപ്പിൽ നിന്ന്, നെറ്റിയിലെ വിയർപ്പിൽ നിന്ന് അപ്പം ഭക്ഷിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു കഠോരമായ ഒരു മേഖല, കഠിനതരമാണ്. അപ്പോൾ മനുഷ്യനെ വ്യസനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാം സങ്കടപ്പെട്ടിട്ടോ വ്യസനപ്പെട്ടിട്ടോ കാര്യമില്ല. കാരണം ഈ മേഖലയിൽ 2 കാര്യങ്ങളുടെ സാധ്യതകളാണുള്ളത്. ബൈപോളാർ ഇൻ നേച്ചർ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എന്നാണ്. അപ്പോൾ നമ്മളൊരു രോഗം ബാധിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ രോഗത്തെ മറികടക്കാൻ, എല്ലാ രോഗങ്ങളും സുഖം പ്രാപിക്കുന്നത് ഈ ബ്രെയിൻ വേവ് ഫ്രീക്വൻസി 7.8 ഹെർട്സിൽ എത്തിച്ചേരുമ്പോഴാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 10നും 4നും ഇടയിലുള്ള ഒരു ബ്രെയിൻ വേവ് ഫ്രീക്വൻസിയിലേക്ക്
നമ്മളുടെ ചിന്താ തരംഗങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ വിശ്രാന്തിയിലെത്തുകയുള്ളൂ, അല്ലെങ്കിൽ ആൽഫ നില കൈവരിക്കപ്പെടുകയുള്ളൂ എന്നാണ്. അപ്പോൾ ആൽഫയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഔഷധങ്ങൾ കഴിച്ചാലും, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്താലും, ധ്യാനം ചെയ്താലും, റെയ്ക്കി ചെയ്താലും ഈ രോഗാവസ്ഥ മാറി സ്വകീയത, സുഖം ഒരാൾക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഇവിടെ രോഗങ്ങൾ വരുന്നത്, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്തൊരു ക്രിയേറ്റർ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. സൃഷ്ടാവ്, അല്ലെങ്കിൽ നാം ഈ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അതർ സൈഡ്, മറ്റേതോ ഒരു വശം, നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ആകാശിക് റെക്കോർഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥ ഉണ്ട്. അതർ സൈഡ് ആണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതെല്ലാം ക്രിയേറ്റർ തന്നെയാണ്. ഈ ക്രിയേറ്റർ തന്നെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതും. നാം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഒരുപാട് വൈതരണികൾ വീണ്ടും വീണ്ടും വന്നു ചേരുകയാണ്. അപ്പോൾ ഒരു ക്ലിയറായിട്ടുള്ള ഒരു അൽഗോരിതത്തിൽ നമുക്ക് വന്നു ചേരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ പരാജയത്തിൻ്റെ മുഖ്യമായ കാരണം. അത് ശാരീരികമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിലും മറ്റു രീതിയിലുള്ള ജീവിത വൈഷമ്യങ്ങളാണെങ്കിലും ഈ സുഖം പ്രാപിക്കലിൻ്റെ, സുഖത്തിൻ്റെതായിട്ടുള്ള ഹാപ്പിനെസ്, അതിൻ്റെ അൽഗോരിതത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നിത്യദുഃഖത്തിലും നിത്യദാരിദ്ര്യത്തിലും വീണുപോയി കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ അൽഗോരിതത്തിലേക്ക് കടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ നിസ്സാരമായ ഒരു പരിശീലനത്തിലൂടെ ഈ ആൽഫ, ഈ ഒന്ന് മാത്രമായിട്ടുള്ള അവസ്ഥ, വൺനെസ്, അതിലേക്ക് കടക്കാനുള്ള ചെറിയൊരു പ്രാക്ടീസാണ് നമ്മളിന്ന് ചെയ്തു നോക്കുന്നത്. അപ്പോൾ ആൽഫയിൽ 4 സെക്കൻഡിൽ ഒരു മൈക്രോ സെക്കൻഡ് എല്ലാ മനുഷ്യരും ആൽഫയിൽ വരുന്നുണ്ട്. അത് വളരെ ലിറ്റിൽ ബിറ്റ് ടൈമാണ്, കാൽക്കുലസ് ഇല്ല, 1/10 ഇപ്പോൾ ഈ ആൽഫയിൽ 4 സെക്കൻഡിൽ ഒരു മൈക്രോ സെക്കൻഡ് നമ്മൾ ആൽഫ കൈവരിക്കുന്നത് കൂട്ടി എടുത്തു കഴിഞ്ഞാലാണ് ഒരു വലിയൊരു ടൈം, കുറേ അധികം സമയം നമുക്ക് ആൽഫ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ മൂവ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഹാപ്പിനെസ്സിൻ്റെ അൽഗോരിതത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആൽഫയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഏത് പ്രശ്നങ്ങളെയും ആ മൈക്രോ സെക്കൻഡിൽ തന്നെ തീർക്കാൻ സാധിക്കും. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ ടൈം ആൻഡ് സ്പേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് സമയവും സ്ഥലവും ഇല്ലാത്ത ഒരു മേഖലയാണ് ഈ ആൽഫ എന്ന് പറയുന്നത്. ബീറ്റ എന്ന് പറയുന്നതാണ് നമ്മളുടെ വർത്തമാനകാല ജീവിതം, അല്ലെങ്കിൽ ഈ കാണപ്പെടുന്ന ലോകം, വിസിബിൾ വേൾഡ്. അപ്പം അതിൻ്റെ തൊട്ട് താഴെയാണ്, ഈ ബീറ്റയുടെ താഴെയാണ് ആൽഫ. നമ്മൾ ഈജിൽ നോക്കിക്കഴിയുമ്പോൾ കാണാൻ പറ്റുന്നത് 4-7 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. അതിന് താഴെ 7 താഴെ വരുന്ന ആ അവസ്ഥയാണ് തീറ്റ എന്ന് പറയുന്നത്, അതാണ് ഉറക്കം. അതിൻ്റെ തൊട്ട് താഴെ 4 താഴെ വരുമ്പോൾ ഡെൽറ്റ സ്റ്റേജ് എന്ന് പറയും, അത് അൺകോൺഷ്യസ്, അധോബോധതലം എന്നാണ്. അപ്പോൾ ആൽഫയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എനർജിയെ അതിൻ്റെ പ്രഭവസ്ഥാനത്തു നിന്ന് തന്നെ നമുക്ക് ചാനലൈസ് ചെയ്യാൻ സാധിക്കും. ഇതും അല്ലെങ്കിൽ തന്നെ ഒരു പ്രോബ്ലം നമുക്ക് ക്രിയേറ്റർ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ എന്നുള്ള ഒരു വിശ്വാസത്തിലാണെങ്കിൽ, ഒരു ഫിലോസഫിക്കൽ തോട്ട്സിലാണെങ്കിൽ നമ്മൾ ആ പ്രോബ്ലത്തെ ഈ അതിൻ്റെ പ്രഭവസ്ഥാനത്തേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അതിന് പരിഹാരമുണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ മെക്കാനിസത്തിൽ നിന്നാണ്. ഈ ജീവൻ്റെ എല്ലാ അവസ്ഥയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പ്രോബ്ലംസിനെ ഒരു ഇമേജായിട്ട് നമ്മൾ ചിത്രീകരിച്ചിട്ട് നമ്മൾ
നമ്മളുടെ ലെഫ്റ്റ് സൈഡിലൊരു പേഴ്സണൽ കമ്പ്യൂട്ടർ ആൻഡ് കീബോർഡ്, അതിനെ വിഷ്വലൈസ് ചെയ്തിട്ട് അതിലേക്ക് പ്രോഗ്രാം ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിലൊരു മോണിറ്ററിലേക്ക് അത് മാറ്റുക. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ നമ്മളുടെ കേട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡേറ്റാസ് മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കാൻ പറ്റുന്നു. എന്നതുപോലെ തന്നെയാണ് ഈ സൂപ്പർ കമ്പ്യൂട്ടറിൽ എല്ലാം ഉണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നമ്മളുടെ ഈ ഇതെല്ലാം തന്നെ ഊർജം പ്രപഞ്ചത്തിൻ്റെ മറുകരയിലേക്ക് എങ്ങോട്ടേക്കോ കടന്നു പോയിട്ടുണ്ട്. സയൻസ് പറയുന്നത് ഈ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നതാണ് ഇവിടെ ഫിസിക്കൽ എൻറ്റിറ്റി ആയിട്ട് ക്രിയേഷൻ ഉണ്ടാകുന്നതിൻ്റെ മൂലതന്തു. ഈ പാർട്ടിക്കിൾസിന് ആൻറ്റി പാർട്ടിക്കിളും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമുക്കൊരു ജീവിതം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും എനർജി തന്നെ വേറെ ഏതോ ഡയമെൻഷനിലേക്ക് പോയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള ജീവിതത്തിൻ്റെ എല്ലാ ഊർജവും മറ്റൊരു ലോകത്തേക്ക് ഒപ്പം തന്നെ തിരിച്ചു പോയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് വരേണ്ട പാർട്ടിക്കിൾസ് ഡബിൾ ഹെഡഡ് ആയിട്ട് പോയിട്ടുള്ളിടത്തിൽ നിന്ന് നമ്മളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഉണ്ട്. പ്രോബബിലിറ്റി എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഈ അൽഗോരിതത്തിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ, ആൽഫയുടെ അൽഗോരിതത്തിലേക്ക് നമ്മളുടെ ജീവിതം മുഴുവൻ സമയം ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൽഫയിൽ മൈക്രോ സെക്കൻഡിൽ തന്നെ നമ്മളുടെ പ്രോബ്ലം അതിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കും, സൊല്യൂഷൻ, അതിന് പരിഹാരം നിശ്ചയിക്കാൻ സാധിക്കും. മിറക്കിൾസ് ഓഫ് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിൽ മിറക്കിൾസ് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ പഠന കാര്യങ്ങളിൽ നമുക്ക് മിറക്കിൾസ് കാഴ്ചവെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രൊഫഷണൽ രംഗത്തും നമുക്ക് മിറക്കിൾസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രമാത്രം ചെയ്യാനുള്ളൂ. നിങ്ങൾ ആൽഫയിലെത്തുക. ആൽഫയിലെത്താൻ കൗണ്ട് ഡൗൺ 100 to 1 or 15 to 1 or 3 to 1, 3 മുതൽ 1 വരെ എണ്ണി താഴേക്ക് എണ്ണുമ്പോഴേക്കും, ഡീപ്പ് ബ്രീത്ത് എടുത്ത് 3 to 1 എണ്ണുമ്പോഴേക്കും നിങ്ങൾ ആൽഫയിലെത്തിയിട്ടുണ്ടായിരിക്കണം. 3, 2, 1 കണ്ണടച്ച് 3 ഡീപ്പ് ബ്രീത്തിൽ തന്നെ നിങ്ങൾ ആൽഫ നില കൈവരിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ആൻഡ് കീബോർഡ് വിഷ്വലൈസ് ചെയ്യുക. അതിൽ നിങ്ങളെ തന്നെ പിക്ചറൈസ് ചെയ്യുക. റൈറ്റ് സൈഡിലൊരു മോണിറ്റർ കാണുക, മറ്റൊരു കമ്പ്യൂട്ടറിൻ്റെ, അതിലേക്ക് പിക്ചർ അതങ്ങോട്ട് മാറ്റുക, നീങ്ങിയതായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ ആ എന്താണോ നിങ്ങൾ സഫർ ചെയ്യുന്ന സഫോക്കേഷൻസ് എന്താണോ അതാണ് പിക്ചറൈസ് ചെയ്യേണ്ടത്. അതിനെ ഈ മോണിറ്ററിൽ നിന്ന് സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് പോയതായി കാണുക. അങ്ങനെ അത് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഭൂമി മണ്ഡലം വിട്ടിട്ട് ഇതിന് മേലെ ഉപരിലോകങ്ങളിലേക്കായിട്ട് പോവുകയാണ്. ഭൂമിയിൽ നിന്ന് വീടിന് മുകളിൽ, പിന്നെ ഗ്രാമം, രാജ്യം, പിന്നെ ആകാശത്തിൻ്റെ പല തട്ടുകൾ, പിന്നെ നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, അന്യഗ്രഹങ്ങൾ, അയണോസ്ഫിയർ, മിൽക്കി വേ, അതിന് മേലെയായിട്ടൊരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട് എന്നുള്ള ക്രിയേറ്ററുടെ ഒരു പൊസിഷൻ, സ്ഥാനമുണ്ട് എന്ന് സങ്കല്പിച്ച ആ സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് അതിനെ നമ്മൾ സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് എൻ്റെ റിസൾട്ട് വിഷ്വലൈസ് ചെയ്യേണ്ടത് നിങ്ങൾ എങ്ങനെന്താണോ ആയിത്തീരേണ്ടത് അത് ഒരു കൊബാൾട്ട് ബ്ലൂ കളറിൽ, അതായത് ആകാശ നീലിമയുടെ നിറത്തിൽ നിങ്ങൾ അതിനെ വിഷ്വലൈസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്കൊരു രോഗിയാണ്, നിങ്ങൾ നിരന്തരം മരുന്ന് കഴിക്കേണ്ട ആസ്മാറ്റിക് പേഷ്യൻ്റാണ്, നിരന്തരം ഇൻഹെയിലർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം, എന്നാലാണ് നിങ്ങൾക്ക് ശ്വാസം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു രോഗിയാണെങ്കിൽ നിങ്ങൾ ആ വൈഷമ്യത്തോടു കൂടി തന്നെ ആ ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ നിങ്ങളെ തന്നെ പ്രോഗ്രാം ചെയ്യുക. കമ്പ്യൂട്ടറിൽ ആൽഫയിൽ വന്നിട്ട് കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് മാറ്റുക. സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് പോയതായിട്ട് അനുമാനിക്കുക, സങ്കല്പിക്കുക. എന്നിട്ട് കൊബാൾട്ട് ബ്ലൂ കളറിൽ ആകാശ നീലിമ നിറത്തിൽ നിങ്ങളുടെ ഇടത് ഭാഗത്ത് നിങ്ങൾ നല്ല രീതിയിൽ ഇൻഹേലറൊന്നും ഉപയോഗിക്കാതെ നിങ്ങൾ ശ്വസിച്ച് മറ്റു മനുഷ്യരൊക്കെ ശ്വസിക്കുന്നത് പോലെ തന്നെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതായിട്ട്, ജീവിക്കുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. ഇത്രയും ഇതിനെയും മറ്റൊരു കാര്യം, വേറൊരു പ്രോബ്ലമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതും ഇതുപോലെ, നിങ്ങൾക്ക് ഒരു ജോലിയില്ല, അപ്പോൾ നിങ്ങളൊരു അൺഎംപ്ലോയിഡ് ആണെങ്കിൽ അതിനെ അതേ രീതിയിൽ പിക്ചറൈസ് ചെയ്യുക.
റൈറ്റ് സൈഡ് മോണിറ്ററിലേക്ക് മാറ്റുക, സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക. നിങ്ങൾ ജോലി ഓഫീസിലിരുന്ന് ചെയ്യുന്നതോ ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനം നടത്തി ബിസിനസ് ചെയ്യുന്നതോ നിങ്ങൾക്ക് ആ സമയത്ത് വിഷ്വലൈസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരു മാസം 1,00,000 രൂപ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് എഴുതുക. 1 lakh rupees പെർ മന്ത്. I-am earning 1 lakh rupees per month. അതിങ്ങനെ മോണിറ്ററിൽ റൈറ്റ് സൈഡിലേക്ക് മാറ്റുക, സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തുള്ള കാര്യമാണ്. ഇത് നിങ്ങളുടെ തന്നെ ഒരു 10 പേരുടെയെങ്കിലും 10 പ്രശ്നങ്ങൾ നിങ്ങളിങ്ങനെ സോൾവ് ചെയ്ത് പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രശ്നം ഈ അതർ സൈഡിൽ നിന്ന് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ മിറക്കിൾസ്. നിങ്ങൾ 10 പേരുടെ പ്രശ്നങ്ങൾ ഇതേ രീതിയിൽ ചെയ്ത് പരിഹരിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. തീർച്ചയായിട്ടും ഇതൊരു റിസൾട്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ആൽഫയിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം. ഈ ക്രിയേറ്ററിൻ്റെ മുമ്പിൽ നിങ്ങൾ മറ്റുള്ളവരുടെ പ്രോബ്ലം സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്രിയേറ്റർ ആവുകയാണ്, ക്രിയേറ്ററെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ക്രിയേറ്റർ ആയിത്തീരുകയാണ് സാധനം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംബുലൻസ് പോവുകയാണ്. അപ്പം അവിടെ എന്താണ് വേണ്ടത്? ആംബുലൻസിനെ അങ്ങനെ തന്നെ പിക്ചറൈസ് ചെയ്യുക, റൈറ്റ് സൈഡ് മോണിറ്ററിലേക്ക് മാറ്റുക, സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക, എൻ്റെ റിസൾട്ട് വിഷ്വലൈസ് ചെയ്യുക. ഏത് രീതിയിലായിരിക്കണം വിഷ്വലൈസ് ചെയ്യേണ്ടത്? ആംബുലൻസ് റോട്ടിൽ കൂടെ നല്ല രീതിയിൽ പോകണം. ഓടിക്കുന്ന ഡോക്ടർക്ക് വലിയ ഡ്രൈവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിൽ കഴിയുന്ന ആ രോഗി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ എത്തിയിരിക്കണം. അതുപോലെ തന്നെ റോഡുകളിൽ മറ്റുള്ള യാത്രക്കാർക്കോ ഇല്ലെങ്കിൽ വാഹനങ്ങൾക്കോ അപകടങ്ങൾ ഉണ്ടാകരുത്. ഇതൊക്കെ ആയിരിക്കണം ആ സമയത്ത് നിങ്ങളുടെ ചിന്ത, എൻ്റെ റിസൾട്ട്. അതുപോലെ തന്നെ ഈ രോഗിക്ക് വേണ്ടത്ര അറ്റൻഷൻ അവിടെ കിട്ടണം. അങ്ങനെ 1 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്കത് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് നല്ല രീതിയിൽ അത് വർക്കൗട്ട് ആകും എന്നുള്ളതാണ്. കാരണം ഒരു ആംബുലൻസ് പോകുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നേണ്ട ഒരു വികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കുടുംബത്തിൻ്റെ സമാധാനവും കൂടിയാണ്. അപ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് അതേ രീതിയിൽ 10ഓളം പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു പ്രോബ്ലം തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടും. ഒന്നല്ല, പിന്നെ 100 പ്രോബ്ലം നിങ്ങളുടെ പരിഹരിക്കപ്പെടും. പിന്നെ നിങ്ങൾ 100 പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിടെ 1000 പ്രോബ്ലം നിങ്ങൾക്ക് തനിയെ പരിഹരിക്കപ്പെട്ടു വരും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ആൽഫയിലെത്തി ആൽഫ ലെവൽ കൈവരിച്ചിട്ട് ഈ അതർ സൈഡ് പ്രോഗ്രാമിംഗ്, അതായത് ഓൺലി വിഷ്വലൈസ് പേഴ്സണൽ കമ്പ്യൂട്ടർ ആൻഡ് കീബോർഡ് ഇൻ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് മോണിറ്റർ കണക്റ്റഡ് ടു ദി സൂപ്പർ കമ്പ്യൂട്ടർ, എൻ്റെ റിസൾട്ട് വിഷ്വലൈസ് ദി കൊബാൾട്ട് ബ്ലൂ കളർ. എന്താണോ വേണ്ടത് അതിനെ ആകാശ നീലിമയുടെ നിറത്തിൽ നിങ്ങൾ ഭൂമിയിൽ തന്നെ കാണുക. ഭൂമിയിൽ എല്ലാം ബൈപോളാർ ഇൻ നേച്ചർ, അതായത് ഇവിടെ 2 തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, യിങ് ഉണ്ട്, യാങ് ഉണ്ട്, ബീയിങ് ഉണ്ട്, ബീയിങ് ഔട്ട് ഉണ്ട്, ഡേ ഉണ്ട്, നൈറ്റ് ഉണ്ട്. ഒരു വലിയ ഫിലോസഫർ പറഞ്ഞതുപോലെ, ഐ ഹാവ് നോൺ ബോത്ത് ഗുഡ് ആൻഡ് ഇൻ സിൻ ആൻഡ് വെർച്യൂ, ജസ്റ്റിസ് ആൻഡ് ഇൻജസ്റ്റിസ്. ഐ ഹാവ് ഗോൺ ത്രൂ ദി heaven and hell, joy and sorrow, death and birth. I have passed judgment and being judged myself, and in the end I recognized that I am part of everything, that everything is part of me. അങ്ങനെയാണ്. അപ്പോൾ അൽഗോരിതത്തെ നിങ്ങൾ വീണ്ടെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല നാളേക്കായിട്ടുള്ള അൽഗോരിതത്തിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്യുക. ഏത് സമ്പ്രദായം ചെയ്തു കഴിഞ്ഞാലും അതിനൊരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. നിങ്ങൾ സമ്പ്രദായങ്ങളുടെ അൽഗോരിതത്തിൽ എത്തിച്ചേരാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ സമ്പ്രദായം നിങ്ങൾക്ക് സുഖമല്ലാതായിട്ട് തോന്നുന്നത്. അപ്പം അങ്ങനെ എല്ലാവരും റേക്കി സമ്പ്രദായമാണെങ്കിലും യോഗ സമ്പ്രദായമാണെങ്കിലും ഇല്ലെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ടു പോകുന്ന സമ്പ്രദായമാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ മരുന്നും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാൻ
ഈ ധ്യാനം മെഡിറ്റേഷനിലൂടെ നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചതിന് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടും. അതുപോലെ തന്നെ ഡോസേജസ് കുറയ്ക്കാൻ സാധിക്കും. തന്നെയുമല്ല, പാർശ്വഫലങ്ങളില്ലാതെ നിങ്ങളുടെ ബോഡി പെട്ടെന്ന് അത് പ്യൂരിഫൈഡ് ആവും. അങ്ങനെ എല്ലാവിധ ഒരു സിമ്പിൾ മെത്തേഡ് ഓഫ് പ്രാക്ടീസാണ്. എല്ലാവരും ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക. താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് റൈറ്റ്.